തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടികൾ അത്ര ആത്മവിശ്വാസത്തിലല്ല. പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നപ്പോൾ ഡി.എം.കെ, അണ്ണാ ഡി.എം.കെ ക്യാമ്പുകൾ നിശബ്ദമായിരുന്നു. 2019 പോളിംഗ് ശതമാനമായ 72.47 അടുത്തു നിൽക്കുന്ന 72.09 എന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചത്. അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുമെന്നും പറഞ്ഞു. കോയമ്പത്തൂരിൽ 2019 8% ഉയർന്ന് 71-ലെത്തിയെന്നും പ്രഖ്യാപനമുണ്ടായി. ഇതോടെ കോയമ്പത്തൂരിൽ അണ്ണാമലൈ എഫക്ട് എന്നും തമിഴ്നാട്ടിൽ മോദി മാജിക് എന്നും ബി.ജെ.പി IT വിഭാഗം പ്രചാരണം തുടങ്ങി. എന്നാൽ അന്തിമ പോളിംഗ് ശതമാനം 69.46 ആണെന്നാണ് പുലർച്ചെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയത്. കോയമ്പത്തൂരിൽ പോൾ ചെയ്തത് 64.81% വോട്ട് മാത്രം എന്നാണ് അവസാന കണക്കിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുണ്ടായതായി അണ്ണാമലയുടെ വിശ്വസ്തനായ ബി.ജെ.പി നേതാവ് വിമർശിക്കുകയും ചെയ്തിരുന്നു. കോയമ്പത്തൂരിലും ചെന്നൈ സെൻട്രലിലും 1 ലക്ഷം ബി.ജെ.പി വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നും സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആഴ്ചകൾക്ക് മുൻപേ പാർട്ടികളുടെ കൈവശമെത്തിയ പട്ടികയെക്കുറിച്ച് പോളിംഗ് അവസാനിക്കുമ്പോൾ മാത്രം പരാതി എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചെന്നൈയിലെ 3 ഡി.എം.കെ സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ട് നന്ദി പറഞ്ഞതൊഴിച്ചാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതികരണമൊന്നും വന്നിട്ടില്ല. അണ്ണാ ഡി.എം.കെ പ്രവർത്തകരെ പോളിംഗ് ദിവസം കാണാൻ ഉണ്ടായിരുന്നില്ലെന്ന് ചില ഡി.എം.കെ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വോട്ടെണ്ണുന്ന ജൂൺ 4 വരെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ കണ്ണു വേണമെന്ന ആഹ്വാനം EPS നൽകി കഴിഞ്ഞിട്ടുണ്ട്. 2009 ശേഷം സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 39-ൽ 35 മണ്ഡലങ്ങളിലും 2019 പോളിംഗ് ശതമാനം ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.